Hello, dear friends. Welcome to ISUB. Today, we are moving on to the next topic, the most famous essay of Francis Bacon of Studies. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഒരുപാട് ടോപ്പിക്സ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായി സൈഡിലുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. Now let's start the class. About the author, Sir Francis Bacon is known as ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എസ്സേസ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് എന്നായിരിക്കാം, ചിലപ്പോൾ ഫാദർ ഓഫ് മോഡേൺ എസ്സേസ് എന്നായിരിക്കാം. ഫാദർ ഓഫ് എംപിരിസിസം, അടുത്തൊരു പോയിന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്, ഫാദർ ഓഫ് എംപിരിസിസം. എംപിരിസിസം മീൻസ് നോളജ് നമ്മൾക്ക് കിട്ടുന്നത് സെൻസറി ഓർഗൻസിലൂടെയാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എംപിരിസിസം. എംപിരിസിസത്തിന് തുടക്കം കുറിച്ചത് ഫ്രാൻസിസ് ബേക്കൻ്റെ എഴുത്തിലൂടെയും തോട്ട്സിലൂടെയാണ്. ഹി വാസ് ദ ഫസ്റ്റ് വിസ്കൗണ്ട് ഓഫ് സെയിൻറ്റ് ആൽബൻസ്, ഫസ്റ്റ് ബാരൻ വെറൂലാം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻസ് ആയിരുന്നു കേട്ടോ. റിനാസൻസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എലിസബത്തൻ പീരീഡിൽ ക്വീൻ എലിസബത്തിൻ്റെ കോർട്ടിലുള്ള ഓരോ പൊസിഷൻസും ഇദ്ദേഹം അലങ്കരിച്ചിരുന്നു. സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഹി സെർവ്ഡ് ആസ് അറ്റോർണി ജനറൽ ആൻഡ് ലോർഡ് ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട്. ഇപ്പോൾ എഴുത്തിലും മാത്രം ഒതുങ്ങിയിരുന്ന ആളല്ല, അതായത് ഒരു രാജ്യം തന്നെ ഭരിക്കാനുള്ള ചില പൊസിഷൻസ് അദ്ദേഹത്തിന് ക്വീൻ എലിസബത്തും അതിന് ശേഷം ചാൾസ് വണ്ണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിറ്റററി ഫിഗർ എന്നതിനപ്പുറം ഹി വാസ് ഓൾസോ എ ഫിലോസഫർ. ഹി ആർഗ്യൂഡ് ഫോർ നാച്ചുറൽ ഫിലോസഫി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഫിലോസഫി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻഷ്യൽ ത്രൂ ഔട്ട് സയൻറ്റിഫിക് റെവല്യൂഷൻ. എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് ആയിരിക്കണം, നാച്ചുറൽ മെത്തേഡിലൂടെ ആയിരിക്കണം പഠിക്കേണ്ടത്. നോളജ് അക്വയർ ചെയ്യേണ്ടത് സെൻസറി ഓർഗൻസിലൂടെയാണ്. അതാണ് നമ്മൾ നേരത്തെ എംപിരിസിസത്തിൻ്റെ തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ ഫാദർ ഓഫ് എംപിരിസിസം എന്ന് നമ്മൾ പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. സയൻറ്റിഫിക് മെത്തേഡിലൂടെയുള്ള പഠനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആളാണ് ഫ്രാൻസിസ് ബേക്കൺ. ഹി വാസ് ബോൺ ഓൺ ജാനുവരി 22, 1561. 1561 അദ്ദേഹം ജനിക്കുന്നത്. ദ സ്ട്രാൻഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, 1561 അദ്ദേഹം ജനിക്കുന്നത്. 1564 അതായത് 3 വർഷത്തിന് ശേഷം ഒരാൾ ജനിക്കുന്നുണ്ട്. ആരാണ്? അതാണ് വില്യം ഷേക്സ്പിയർ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാനൊരു എളുപ്പമായി, ഫ്രാൻസിസ് ബേക്കൺ 3 വയസ്സുള്ളപ്പോഴാണ് വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത്. എളുപ്പമല്ലേ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ? 1561 ഫ്രാൻസിസ് ബേക്കൺ ജനിക്കുന്നു. ഫ്രാൻസിസ് ബേക്കൺ 3 വയസ്സുള്ളപ്പോൾ വില്യം ഷേക്സ്പിയർ 64 ജനിക്കുന്നു. ആൻഡ് ഹി ഡൈഡ് ഓൺ April 9, 1626. 1626 ഇംഗ്ലണ്ടിൽ തന്നെ മിഡിൽ സെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 65 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 65 ഇയേഴ്സ്. ഓക്കെ, ഇവിടെയും ഒരു കണക്ഷൻ ഷേക്സ്പിയറുമായിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്ന വർഷം ഒന്ന് ശ്രദ്ധിക്കൂ, 1626 അല്ലേ? ആ 1626 2 മാറ്റി 1 ആക്കിയാൽ 1616 എന്നാക്കിയാൽ ആ വർഷത്തിലാണ് വില്യം ഷേക്സ്പിയർ മരിക്കുന്നത്. സോ 1626 ഫ്രാൻസിസ് ബേക്കൺ മരിക്കുന്നു. ആ 2 മാറ്റി അവിടെ 1 ആക്കിയിട്ടുണ്ടെങ്കിൽ 1616 എന്ന വർഷത്തിലാണ് വില്യം ഷേക്സ്പിയർ മരണപ്പെടുന്നത്. അവിടെയും ജനനത്തിലും മരണത്തിൻ്റെയൊക്കെ ഒരു വർഷത്തിലൊരു കണക്ഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ബന്ധിപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ വർഷങ്ങളൊക്കെ പഠിക്കാൻ പൊതുവേ നമുക്ക് ബുദ്ധിമുട്ടാണ്, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സോ മിഡിൽ സെക്സ് എന്ന സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ തന്നെ 65 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എലിസബത്തൻ ഏജ്. ഓക്കെ, റിനസോൺസ് ഏജിലാണ് അല്ലെങ്കിൽ റിനസോൺസ് പീരീഡിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്, മരണപ്പെട്ടതും. അദ്ദേഹത്തിൻ്റെ ഫാദർ സർ നിക്കോളാസ് ബേക്കൺ ആൻഡ് മദർ ലേഡി ആൻ ബേക്കൺ. അദ്ദേഹത്തിൻ്റെ സ്പൗസ് ആലീസ് ബർനാം ആണ്. ആലീസ് ബർനാം. പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. About his education, he was educated at home in early years because of his poor health. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറച്ചൊരു മോശമായതുകൊണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിലൊന്നും പോവാതെ വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഒരു ട്യൂഷൻ സെറ്റാക്കി കൊടുത്തു പാരൻസ്. ജോൺ വോൾസൺ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്റഡ് മാൻ വന്ന് ട്യൂഷൻ കൊടുത്തിരുന്നു. ആഫ്റ്റർ ദാറ്റ് 12 വയസ്സ് മറ്റോ ആയപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ട്രിനിറ്റി കോളേജിലെ അഡ്മിഷൻ എടുക്കുകയാണ്. അവിടെ 3 വർഷം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പഠിക്കുന്നത് വിത്ത് ഹിസ് ബ്രദർ ആൻ്റണി ബേക്കൺ. തൻ്റെ എൽഡർ ബ്രദറായിട്ടുള്ള ആൻ്റണി ബേക്കൻ്റെ കൂടെയാണ് ട്രിനിറ്റി കോളേജിൽ ഫ്രാൻസിസ് ബേക്കൺ പഠിക്കുന്നത്. ദെൻ അദ്ദേഹത്തിന് ലാറ്റിനിൽ കൂടുതൽ അറിവുണ്ടായിരുന്നു. ലാറ്റിൻ മീൻസ് അന്നത്തെ ആ ഒരു മെഡീവൽ കരിക്കുലം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത് ട്രിനിറ്റി കോളേജിലൊക്കെ. അപ്പോൾ അതിനകത്ത് മെഡീവൽ കരിക്കുലത്തിൽ ലാറ്റിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ലാറ്റിനിലും അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ അത്രത്തോളം തന്നെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദെൻ ക്വീൻ എലിസബത്ത് ഒരിക്കൽ കണ്ടുമുട്ടിയിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ എക്സലൻസിൽ ഇംപ്രസ്ഡ് ആയിട്ട്
പറയുണ്ടായി ദ യങ് ലോർഡ് കീപ്പർ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുകയുണ്ടായി. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ആര് പറഞ്ഞു അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. ദ യങ് ലോർഡ് കീപ്പർ എന്ന് ക്വീൻ എലിസബത്ത് അഭിസംബോധന ചെയ്തത് ഫ്രാൻസിസ് ബേക്കനെയാണ്. ദെൻ ഹി ട്രാവൽഡ് ലോട്ട്, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഹി ഹാസ് ലേൺഡ് മെനി ലാംഗ്വേജസ്, ദെൻ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആൻഡ് സിവിൽ ലോസ്. Francis Bacon had 3 goals in his life. That was to uncover truth, then serve country and serve church. സത്യത്തെ മുറുകെ പിടിക്കുക, രാജ്യത്തിനും ചേർച്ചിനും വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഹി വാസ് ക്ലോസ് ടു ക്വീൻ എലിസബത്ത് ആൻഡ് കിങ് ജെയിംസ് I. 2 രാജപരമ്പരയിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നു. ക്വീൻ എലിസബത്തിൻ്റെ കാലത്തും അതുപോലെ കിങ് ജെയിംസ് I കാലത്തും. 2 പേരുടെയും രാജസദസ്സിൽ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു ഫ്രാൻസിസ് ബേക്കൺ. ആൻഡ് ഹി വാസ് എ ഹോമോസെക്ഷൽ. പല ക്രിട്ടിക്സിൻ്റെയും വാക്കുകളിലൂടെയും വർക്ക്സിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഹി വാസ് എ ഹോമോസെക്ഷൽ. ഹി വാസ് അട്രാക്റ്റഡ് ടു മെയിൽ. ഓക്കെ. Then he was arrested and charged with bribery. As I told you before, അദ്ദേഹം ലോർഡ് വെരുലാം, then വിസ്കൗണ്ട് ഓഫ് സെയിൻറ്റ് ആൽബൻസ്, ലോർഡ് ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട്, അറ്റോർണി ജനറൽ, ഇങ്ങനെ പല പൊസിഷൻസിലും ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ അങ്ങനെ പൊസിഷനിൽ ഇരിക്കെ തന്നെ ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ചാർജ്ഡ് വിത്ത് ബ്രൈബറി. ബ്രൈബറി മീൻസ് കൈക്കൂലി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള എല്ലാ പൊസിഷൻസും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബേക്കൺ ഇതിന് എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞത് താൻ അവരിൽ നിന്നും ഗിഫ്റ്റ്സ് ആണ് സ്വീകരിച്ചതെന്നതാണ്. ബട്ട് ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു ജഡ്ജ് പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആൾ ഒരാളുടെ കയ്യിൽ നിന്നും ബ്രൈബറി സ്വീകരിച്ചു അല്ലെങ്കിൽ ഗിഫ്റ്റ് സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് ഒഫീഷ്യലി എ മിസ്റ്റേക്ക്. സോ അത് കൺസിഡർ ചെയ്തുകൊണ്ട് കിങ് ജെയിംസ് I അദ്ദേഹത്തിൻ്റെ എല്ലാ പൊസിഷനിൽ നിന്നും ഡിസ്മിസ് ചെയ്യുകയും ഒരു ലിറ്റററി ഫിഗറായി തന്നെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ കാണുകയാണ് ചെയ്തത്. ദെൻ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോവം ഓർഗാനം. ആ ഒരു വർക്കിലാണ് അദ്ദേഹം പുതിയൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ മെത്തേഡ് കോൾഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ. സയൻറ്റിഫിക് സ്റ്റഡി, ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. നോളജ് ഈസ് പവർ. ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു ഫേമസ് കോട്ടാണ് നോളജ് ഈസ് പവർ. നെക്സ്റ്റ് പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേക്കോണിയൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബേക്കോണിയൻ മെത്തേഡ് ഇസ് ഇൻഡക്റ്റീവ് മെത്തേഡ്. അതായത് നോളജ് പ്രൊഡക്ഷൻ, നോളജ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോളജ് നമ്മൾ നേടിയെടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ പറ്റുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയാണ് എന്നാണ് പറയുന്നത്. ഇൻഡക്റ്റീവ് മെത്തേഡ് മീൻസ് സ്പെസിഫിക് ടു ജനറൽ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലുതിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ. അതായത് എക്സാമ്പിൾസിനാണ് ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ എസ്സേയിൽ തന്നെ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പഠനം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം എസ്സേ എഴുതിയിട്ടുള്ളത്. ഈ എസ്സേയിൽ ഈ പഠനത്തെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ എക്സാമ്പിൾസിലൂടെയും ഇല്ലുസ്ട്രേഷൻസിലൂടെയും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ ജനറൽ ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാൻ. ഇൻഡക്റ്റീവ് മെത്തേഡാണ് ഏറ്റവും നല്ലത്, സയൻറ്റിഫിക് മെത്തേഡാണ് ഏറ്റവും നല്ലത്. എന്തിന്? നോളജ് പ്രൊഡക്ഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. സോ ബേക്കോണിയൻ മെത്തേഡ് ഈസ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ദ എസ്സേ ഓഫ് സ്റ്റഡീസ് ബിലോങ്സ് ടു ഹിസ് ഫസ്റ്റ് കളക്ഷൻ കെയിം ഔട്ട് ഇൻ 1597. 1597 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കളക്ഷൻ ഓഫ് എസ്സേസ് ഉണ്ട്. അതിലാണ് ഓഫ് സ്റ്റഡീസ് എന്ന നമ്മളുടെ ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് സ്റ്റഡീസ് ഓൺ ലൈഫ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പഠനത്തിന് ഉള്ള എഫക്റ്റ് എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായന എത്രത്തോളം നമ്മളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ ഒരു എസ്സേയുടെ മെയിൻ ഐഡിയ. ഹി ബോറോഡ് ഫ്രം ഫ്രഞ്ച് എസ്സേയിസ്റ്റ് മോണ്ടെയിൻ ആൻഡ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിൻ്റെയും മോണ്ടെയിൻ്റെയും ഒക്കെ വർക്ക്സിൽ നിന്നും പല ഭാഗങ്ങളും പല ഐഡിയാസും ബോറോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹിസ് എസ്സേസ് കെയിം ഇൻ 3 എഡിഷൻസ്. അദ്ദേഹം ലൈഫ് ലോങ് എഴുതിയിട്ടുള്ള എല്ലാ എസ്സേസും 3 എഡിഷൻസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പബ്ലിക്കേഷൻ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ലൈക്ക് എ ബുക്ക് ഓഫ് 10 എസ്സേസ് ഇൻ 1597. 1597 10 എസ്സേസ് ഉള്ള ഒരു ബുക്കാണ് പബ്ലിഷ് ചെയ്തത്. ദെൻ അടുത്ത തവണ രണ്ടാമത്തെ എഡിഷനിൽ ഹി പബ്ലിഷ്ഡ് ബുക്ക് ഓഫ് 38 എസ്സേസ് ഇൻ 1612. ഓക്കെ, 1612. ദെൻ മൂന്നാമത്തെ എഡിഷനിൽ ഹി പബ്ലിഷ്ഡ് ബുക്ക് ഓഫ് 58 എസ്സേസ് ഇൻ ദ ഇയർ 1625. അതായത് 26 അദ്ദേഹം മരിക്കുന്നത്. അതായത് മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷമാണ് മൂന്നാമത്തെ എഡിഷൻ. അതിൽ 58 എസ്സേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ എഡിഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്, നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈറ്റിലുള്ള എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ 10 എസ്സേ ഉള്ള ആദ്യത്തെ എഡിഷനിലെ ആദ്യത്തെ എസ്സേ,
ഓക്കെ, ഫസ്റ്റ് എസ്സേ തന്നെ ഓഫ് സ്റ്റഡീസ് ആയിരുന്നു. ഹിസ് എസ്സേസ് വെർ ബ്രീഫ്, ലൈവ്ലി, ഹ്യൂമൻ ആൻഡ് വെൽ റിട്ടൺ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, വളരെ കാച്ചിക്കുറുക്കിയ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. ഒരുപാട് വലിച്ചു നീട്ടില്ല, ഉള്ളത് വളരെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. ഓൾ ഹിസ് എസ്സേസ് വെർ സബ് ടൈറ്റിൽഡ് ആസ് കൗൺസിൽസ്, സിവിൽ ആൻഡ് മോറൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 എഡിഷൻസ് ആയിട്ടാണ് എസ്സേസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ എല്ലാം സബ് ടൈറ്റിൽസ് കൗൺസിൽസ്, സിവിൽ ആൻഡ് മോറൽ എന്നാണ്. സ്റ്റൈൽ ഓഫ് ഹിസ് എസ്സേസ് എപ്പിഗ്രമാറ്റിക്, അഫോറിസ്റ്റിക് ആൻഡ് ഫോർമൽ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിനുള്ളതുണ്ട്. അത്രയേറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് ഫ്രാൻസിസ് ബേക്കൻ്റേത്. ദെൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാനുള്ളത് എപ്പിഗ്രമാറ്റിക് ആണ്, അഫോറിസ്റ്റിക് സ്റ്റൈലാണ്, ഫോർമൽ രീതിയിലാണ് എഴുതുക. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അടുത്ത പേജിൽ വരുന്നുണ്ട്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പറയാം കേട്ടോ. സോ ഇവിടെ ഫോർമൽ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ഫോർമൽ ടൈപ്പ് ഓഫ് എസ്സേ ആണ്. അതായത് പേഴ്സണൽ എലമെൻറ്റ്സ് ഉണ്ടാവില്ല, ഒഫീഷ്യലി ആണ് എഴുതുക. എന്നാൽ ഇൻഫോർമലായിട്ട് എഴുതുന്ന ഒരാളുണ്ട്, അതാണ് ചാൾസ് ലാംബ്. ചാൾസ് ലാംബിൻ്റെ എസ്സേസൊക്കെ ഇൻഫോർമലാണ്, അതായത് പേഴ്സണൽ എലമെൻറ്റ്സ് കൂടെ, സ്വന്തം അഭിപ്രായം കൂടെ അതിനകത്ത് മിക്സ് ആക്കും. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ഇൻഫോർമൽ എസ്സേസ് എന്ന് പറയുന്നത് ചാൾസ് ലാംബാണ്. സോ ഫാദർ ഓഫ് ഫോർമൽ എസ്സേ ഈസ് ഫ്രാൻസിസ് ബേക്കൺ, ഫാദർ ഓഫ് ഇൻഫോർമൽ എസ്സേസ് ഈസ് ചാൾസ് ലാംബ്, ആൻഡ് ഫാദർ ഓഫ് എസ്സേസ് എന്ന് പറയുന്നത് മോണ്ടെയ്ൻ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് ബേക്കൺസ് എസ്സേസ്. ഇതും ഒരു ഫീച്ചർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസിൻ്റെ. ബ്രെവിറ്റി ഞാൻ പറഞ്ഞല്ലോ, കാച്ചി കുറുക്കിയ ടൈപ്പ്, വളരെ ഷോർട്ടായിരിക്കും, ക്രിസ്പി ആയിരിക്കും, ഉള്ളത് വളരെ ചെറുതാണെങ്കിലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതാണ് ബ്രെവിറ്റി ഈസ് ദ സോൾ ഓഫ് ബേക്കൺസ് എസ്സേസ്. ലെറ്റ്സ് സീ സം ഓഫ് ഹിസ് വർക്ക്സ്. ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, ഓഫ് ഡെത്ത്, ഓഫ് ഡിസ്കോഴ്സ്, ഓഫ് സസ്പിഷൻ, ഓഫ് എക്സ്പെൻസ്, ഓഫ് ട്രൂത്ത്, ഓഫ് ബുക്സ്. ഇങ്ങനെ ഓഫ് വെച്ച് തുടങ്ങുന്ന നിരവധി എസ്സേസ് ഉണ്ട്. ഓക്കെ, മിക്കതും ഇതേപോലെ തന്നെ ഓഫ് സ്റ്റഡീസ് പോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പിയാണ്, ബ്രെവിറ്റിയാണ്, അഫോറിസ്റ്റിക് സ്റ്റൈലാണ്. ഓക്കെ, ആൻഡ് ന്യൂ അറ്റ്ലാന്റിസ്, ഇറ്റ്സ് എൻ ഉട്ടോപ്പിയൻ വർക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു ഉട്ടോപ്പിയൻ വർക്കാണ് ന്യൂ അറ്റ്ലാന്റിസ്. ദെൻ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കണം. ഈ ഓഫ് വെച്ചിട്ടുള്ള മിക്കതും ഫ്രാൻസിസ് ബേക്കൺ എഴുതിയത് തന്നെയാണ്. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസിൻ്റെ മാത്രമല്ല, ഫ്രാൻസിസ് ബേക്കൺ എഴുതിയ ഏതൊരു എസ്സേയുടെയും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോർമൽ എസ്സേ. ഇതൊരു ഫോർമൽ ടൈപ്പ് ഓഫ് എസ്സേ ആണ്. ഓക്കെ, ഇതിൽ പേഴ്സണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ റൈറ്ററിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും നമുക്ക് അധികം കാണാൻ കഴിയില്ല. അധികം എന്നല്ല, ഒട്ടും കാണാൻ കഴിയില്ല. അങ്ങനെ എഴുതുന്ന ആൾ ചാൾസ് ലാംബാണ്, പേഴ്സണൽ അഭിപ്രായങ്ങൾ കൂടെ മിക്സ് ആക്കുന്നത്. ഇവിടെ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എസ്സേ എഴുതുന്നത് അതിനെക്കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഇല്ലുസ്ട്രേഷൻസ് ആണ് അദ്ദേഹം കൊണ്ടുവരിക. ഡൈഡാക്റ്റിക് മീൻസ് നമുക്കൊരു ഫുൾ ഓഫ് വിസ്ഡം, അല്ലെങ്കിൽ ഇറ്റ് എയിംസ് ടു ടീച്ച് സംതിങ്. നമ്മൾ വായിച്ച ചില മോറൽ സ്റ്റോറീസ് ഉണ്ട് അല്ലേ, കുറുക്കൻ്റെ കൗശലം, അങ്ങനെയുള്ള സ്റ്റോറീസിൽ റീഡേഴ്സിന് അവസാനം ഒരു ഗുണപാഠം തരും. അതുപോലെ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേസ് ഒക്കെ വായിക്കുന്ന റീഡേഴ്സിന് അവസാനം ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗുണപാഠം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടാവും. അതിനെയാണ് ഡൈഡാക്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് അഫോറിസ്റ്റിക് സ്റ്റൈൽ, വിച്ച് മീൻസ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കാച്ചിക്കുറുക്കുക എന്നൊക്കെ പറയില്ലേ, വളരെ ബ്രീഫായിരിക്കും, ബട്ട് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ. ഷാർപ്പ് സെൻറ്റൻസസ് ആയിരിക്കും അതിൽ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു ഓഫ് സ്റ്റഡീസിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും, വളരെ ഷോർട്ടായിട്ട് എന്നാൽ അതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സിമിലി ആൻഡ് മെറ്റഫർ. ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഉപമിക്കുകയാണ്. ഇപ്പോൾ നാച്ചുറൽ എബിലിറ്റീസ് ആർ ലൈക്ക് നാച്ചുറൽ പ്ലാന്റ്സ് ദാറ്റ് നീഡിങ് പ്രൂണിങ് ബൈ സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇവിടെ നാച്ചുറൽ എബിലിറ്റീസിനെ ലൈക്ക് നാച്ചുറൽ പ്ലാന്റ്സ് എന്നൊരു ലൈക്ക് വെച്ചിട്ടാണ് സിമിലി ഉപയോഗിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് കമ്പാരിസണിലൂടെ മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സം ബുക്സ് ആർ ടു ബി സ്വാലോഡ്, സം ബുക്സ് ആർ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്, അല്ലേ? അതായത് ഭക്ഷണം കഴിക്കുന്നതിനോടെ പഠനവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, ഡയറക്റ്റ് കമ്പാരിസൺ. സോ ദാറ്റ് ഈസ് മെറ്റഫർ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് കൂടി ഉപയോഗിച്ചിട്ടാണ് എസ്സേ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇല്ലുസ്ട്രേഷൻ ഓർ ഇൻഡക്റ്റീവ് മെത്തേഡ്. നമ്മൾ മുമ്പ് പഠിച്ചു ബേക്കോണിയൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ്, അതായത് സയൻറ്റിഫിക് സ്റ്റഡിയാണ് നല്ലത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് മോർ സ്പെസിഫിക് എക്സാമ്പിൾസ്. ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ്, എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ചെറുതിൽ നിന്നും വലിയൊരു ടോപ്പിക്കിലേക്ക് എത്തിക്കുക എന്നാണ്. ഉദാഹരണങ്ങൾ ആദ്യം പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി അതിൽ നിന്നും അതിൻ്റെ തിയറി എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്റ് എന്താണെന്ന് അതിലേക്ക് എത്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മുടെ എസ്സേയിൽ തന്നെ പറയുന്നുണ്ട്
പറയുന്നുണ്ട് ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺ ആൻഡ് റെയിൻസ്, ഷൂട്ടിംഗ് ഫോർ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്സ്, ജെൻറ്റിൽ വാക്കിംഗ് ഫോർ സ്റ്റമക്ക്, റൈഡിംഗ് ഫോർ ദ ഹെഡ് ആൻഡ് ലൈക്ക്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഓരോ കാര്യവും നമുക്ക് പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ലിത്തോട്ട്സ്. ലിത്തോട്ട്സ് മീൻസ് ഇറ്റ്സ് ഐറണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു കാര്യത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാൻ അത് നെഗറ്റീവ് മെത്തേഡിലൂടെ പറയുക. ഓക്കെ, an understanding in which a positive statement is expressed by negating its opposite. അപ്പോൾ പറയുന്ന കാര്യം പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് നെഗറ്റീവിലൂടെ പറയുക, നെഗറ്റീവ് സെൻറ്റൻസിലൂടെ അറിയിക്കുക, ഐറണിക്കലി അത് പറയുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഓഫ് സ്റ്റഡീസിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ പറയാം, ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് സ്ലോത്ത്. നെക്സ്റ്റ് വൺ, ആർക്കൈക് വേർഡ്സ്. ആർക്കൈക് വേർഡ്സ് മീൻസ് ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് ആണ്. അതായത് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്ത ചില പഴയ വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. ഫോർ എക്സാമ്പിൾ നെയ്, മേക്കത്ത്, ഡോത്ത്, സ്റ്റോണ്ട്. നെയ് മീൻസ് നോ, മേക്കത്ത് മീൻസ് മേക്ക്, ഡോത്ത് മീൻസ് ഡു, സ്റ്റോണ്ട് മീൻസ് ഹിൻഡ്രൻസ്. ഇങ്ങനെയുള്ള പഴയ ഇംഗ്ലീഷ് അതിപ്പോൾ നിലവിലില്ല. അങ്ങനെയുള്ള ആർക്കൈക് വേർഡ്സിനെ ഈ ഒരു എസ്സേയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ലാറ്റിൻ ഫ്രേസസ്. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ലാറ്റിനാണ് കൂടുതലായിട്ടും അവരുടെ കരിക്കുലത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലാറ്റിനിൽ നല്ല രീതിയിൽ അറിവുണ്ട്. സോ ലാറ്റിൻ ഫ്രേസസ് നമ്മൾക്ക് ഈ ഒരു എസ്സേയിൽ കാണാം. ഫോർ എക്സാമ്പിൾ സിമിനി സെക്ടറിസ്, ദെൻ അബിയോൺ സ്റ്റഡിയ ഇൻ മോറസ്. ഇങ്ങനെയുള്ള ചില വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ എസ്സേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ദെൻ പാരലലിസം സ്റ്റൈൽ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾക്ക് ഈ ഒരു എസ്സേയിൽ കാണാൻ പറ്റും. ദെൻ ദ theme of the essay is study brings us joy and enhances our thinking, speaking and writing ability and adds charm to our personality. ഒരു വായനയിലൂടെ അല്ലെങ്കിൽ ഒരു പഠനത്തിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഉപകാരങ്ങളാണ് കിട്ടുന്നത്, അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് അയാളുടെ ലൈഫിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്നല്ല കുട്ടികളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നത്, അല്ലേ? With this, we have almost completed the details of Francis Bacon and his famous works and features of writing. Now, let's move on to the close reading of the text. Before the explanation, എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഓഫ് സ്റ്റഡീസ് എന്ന മെറ്റീരിയൽ ഫ്രാൻസിസ് ബേക്കൻ്റെ ആ എസ്സേ ഒന്ന് പ്രിൻ്റായിട്ടോ അല്ലെങ്കിൽ എഴുതിയെടുത്തിട്ടോ അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളുടെ മുന്നിൽ വേണം. അത് വായിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ. അതായിരിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കിട്ടുക. കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തായാലും ഇതിൻ്റെ വരികൾക്കിടയിലൂടെയൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുന്നതിൻ്റെ ഒപ്പം സമ്മറി കേൾക്കുക മാത്രമല്ല ടെക്സ്റ്റിൻ്റെ ഒറിജിനൽ വരികൾ കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആവണം. അതുകൊണ്ട് ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ട്, അത്രയേ ഉള്ളൂ, ഷോർട്ടാണ്, വലിയ ഒരുപാടൊന്നുമില്ല, എഴുതിയെടുത്താലും മതി. അത് നിങ്ങളുടെ ഫ്രണ്ടിൽ വേണം. അത് കണ്ടുകൊണ്ട് വേണം എക്സ്പ്ലനേഷൻ കേൾക്കാൻ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ എക്സ്പ്ലനേഷൻ. ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് എന്ന ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് അബൌട്ട് സ്റ്റഡീസ്, വായന അല്ലെങ്കിൽ റീഡിങ്, പഠനം. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം എസ്സേ എഴുതിയിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് എസ്സേ ആണ്, ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, ഒരുപാട് പാരഗ്രാഫ്സ് ഒന്നുമില്ല. ഒരു പാരഗ്രാഫ് പോലെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പല ഇലുസ്ട്രേഷൻസിലൂടെ, എക്സാമ്പിൾസിലൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പഠനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ റീഡിങ് എങ്ങനെയാണ് ഒരാൾക്ക് ബെനഫിഷ്യൽ ആവുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഓർത്ത് വെക്കാൻ, അതായത് കണക്ട് ചെയ്ത് ആദ്യം എന്താ പറയുന്നത്, അതിനുശേഷം എന്താ പറയുന്നത്, അതങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് ഇതിനെ നമ്മൾക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കുറച്ച് സെൻറ്റൻസസ് അദ്ദേഹം പറയുന്നത് യൂസസ് ഓഫ് സ്റ്റഡീസ് ആണ്. വായന കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അതിനെക്കുറിച്ചാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളെ മുന്നിൽ വേണം. അത് കണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂസസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഒന്നും ഒറിജിനൽ ടെക്സ്റ്റിലില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നൊരു ടോപ്പിക്കാണ്. ആദ്യം ഇദ്ദേഹം പറയുന്നത് യൂസസ് ഓഫ് സ്റ്റഡീസിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഫ്രാൻസിസ് ബേക്കൺ, ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡി ആർ ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. ഈ 3 വാക്ക് ഓർത്ത് വയ്ക്കണം. ഡിലൈറ്റ് മീൻസ് ടു ഗെറ്റ് ജോയ് ഓർ പ്ലഷർ. ഹാപ്പിനെസ് ആണ്, സന്തോഷം. നമ്മൾക്ക് ഒരു സന്തോഷം കിട്ടുന്നു വായനയിലൂടെ. സ്റ്റഡീസ് സെർവ് ടു ഗെറ്റ് ജോയ്, പ്ലഷർ ആൻഡ് അമ്യൂസ്മെൻറ്റ്. നമ്മൾക്ക് ഒന്നുമില്ലാതെ വെറുതെ ചടച്ചിരിക്കുന്ന നേരത്ത് നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം ഒരു പ്രൊഡക്റ്റ് എടുത്ത് വായിക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ പ്ലഷർ, വി ഗെറ്റ് എ ജോയ് ഓർ അമ്യൂസ്മെൻറ്റ്. ഓക്കെ, ഒരുപാട് മനസ്സിനൊരു സന്തോഷം നൽകുന്നു. ആൻഡ് ഓർണമെൻറ്റ് മീൻസ് ടു ബ്യൂട്ടിഫൈ. ഓക്കെ, ഇറ്റ് ബ്യൂട്ടിഫൈസ് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. നിങ്ങളുടെ വായനയിലൂടെയാണ് നമ്മൾക്ക് ഒരുപാട് വൊക്കാബുലറി കിട്ടുന്നത്. വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു. സോ അതൊക്കെ നമ്മൾക്ക് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ നമ്മുടെ സംസാരത്തിൽ അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. നമ്മുടെ ലാംഗ്വേജ് ബെറ്റർ ആക്കും.
ഓക്കെ, അതാണ്. അപ്പോൾ രണ്ടാമത് ഓർണമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എയ്തർ സ്പോക്കൺ ഓർ റിട്ടൺ. സ്റ്റഡീസ് ഇംപ്രൂവ് അവർ യൂസ് ഓഫ് ലാംഗ്വേജ്. എഴുതിയിട്ടാണെങ്കിലും വായനയിലൂടെ ആണെങ്കിലും നമ്മൾ എങ്ങനെ പഠിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജ് യൂസ് ബെറ്റർ ആവും. തേർഡ് വൺ ഈസ് എബിലിറ്റി ടു വർക്ക്, ടു കൗൺസൽ, ടു ജഡ്ജ് ഓർ ടു ഡിസൈഡ്. അങ്ങനെ വെച്ചാൽ സ്റ്റഡീസ് സെർവ് ടു ഇംപ്രൂവ് ഇൻ നോളജ്. നമ്മൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നോളജ് നമുക്ക് കിട്ടുന്നു. അത് നമ്മൾക്ക് കൗൺസിൽ ചെയ്യാൻ മീൻസ് നമ്മൾക്ക് സെൽഫായിട്ട് കൗൺസിൽ ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെ ബുദ്ധിമുട്ടിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. ടു ജഡ്ജ്, അതായത് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൻ്റെ മുന്നിൽ നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരും. അപ്പോൾ നമുക്കിതിൽ ഏത് ചൂസ് ചെയ്യണം അതിനുള്ളൊരു ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമുക്ക് വരും. ഒരു ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി നമുക്ക് കിട്ടും. സോ ദ യൂസസ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്: ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. ഇത് 3 കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി ദ ചീഫ് യൂസ് ഓഫ് സ്റ്റഡീസ് ഫോർ ഡിലൈറ്റ് ഈസ് ടു സ്റ്റഡി ഇൻ ലേഷർ ടൈം, ഇൻ ലോൺലിനെസ് ഓർ സോളിറ്റ്യൂഡ്. നമുക്ക് എപ്പോഴാണ് സ്റ്റഡീസിലൂടെ നമുക്ക് ഡിലൈറ്റ്, ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്? വെൻ വി ആർ ഇൻ ലേഷർ ടൈം. നമുക്കൊന്നും ചെയ്യാനില്ലാതെ നമ്മളിങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത്, ആ ഒരു ബോർഡം മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻ ലോൺലിനെസ്, ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, സോളിറ്റ്യൂഡ് അല്ലേ, തനിച്ചാവുന്നൊരു സമയത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത് വി ഗെറ്റ് എ ലോട്ട് ഓഫ് പ്ലഷർ. നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് റിലാക്സേഷൻ കിട്ടുന്നു. സോ ഇറ്റ് ഗീവ്സ് എ ഹാപ്പിനെസ് വൈൽ വി റീഡ് വെൻ വി ആർ ഇൻ ലോൺലിനെസ് ഓർ സോളിറ്റ്യൂഡ് ഓർ ഇൻ ലേഷർ ടൈം. ആൻഡ് ഇഫ് വി റീഡ് ഇൻ ദോസ് സിറ്റുവേഷൻ ഇറ്റ് വിൽ ഗീവ് യു പ്ലഷർ ആൻഡ് റിഡ്യൂസ് ദ ബോർഡം. അല്ലേ, നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്തുള്ള ആ ബോർഡം അല്ലെങ്കിൽ വിഷമം ഒക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും ഒരു വായനയിലൂടെ. ദ ചീഫ് യൂസ് ഓഫ് സ്റ്റഡീസ് ഫോർ ഓർണമെൻറ്റ് ഈസ് ഇൻ ഡിസ്കോഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾക്ക് സ്റ്റഡീസ് ബ്യൂട്ടിഫൈ അവർ സ്പീച്ച് ബൈ ലേണിംഗ് ന്യൂ വേർഡ്സ്. ഒരുപാട് വായനയിലൂടെ ഞാൻ പറഞ്ഞു ഒരുപാട് നോളജ് കിട്ടുന്നു, പുതിയ പുതിയ വൊക്കാബുലറി, പുതിയ വേർഡ്സ് നമ്മൾ പരിചയപ്പെടുന്നു. സോ അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പീച്ചിനെ ബ്യൂട്ടിഫൈ ചെയ്യും, നമ്മളുടെ സംസാരത്തിനെ തന്നെ അതങ്ങ് മാറ്റും, അതിൻ്റെ ക്വാളിറ്റി മാറ്റും. ദ ചീഫ് യൂസ് ഓഫ് സ്റ്റഡീസ് ഫോർ എബിലിറ്റി ഈസ് ഇൻ ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഡിസ്പോസിഷൻ. നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി. ലൈഫിൽ പല കാര്യങ്ങളും മുന്നിൽ വരുന്നു അല്ലേ, അതിൽ ഏത് തിരഞ്ഞെടുക്കണം, നല്ലതേത് ചീത്തതേത്, ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ബിസിനസ് അഫയേഴ്സിനെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു ഡിസ്പോസിഷനിലൊക്കെ നമ്മൾക്ക് ഒരു ഹെൽപ്പായിട്ടാണ് റീഡിങ് വരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ് ഓഫ് റീഡിങ് അല്ലെങ്കിൽ സ്റ്റഡീസ്. So studies improve our ability for judging the problem and decision making and to understand the business nature. ഇനി യൂസസ് ഓഫ് സ്റ്റഡീസ് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് വരികളിലായിട്ട് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് കോൺസ് ഓഫ് എക്സസീവ് സ്റ്റഡീസ് ആണ്. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ പറയുക. അതുപോലെ ഒരുപാട് വായിച്ചാൽ അതിനും ചില നെഗറ്റീവ്സ് വരും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നോട്ട്സാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സാണ്, എക്സ്പ്ലനേഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ രണ്ടും ഒരേപോലെ പഠിക്കാൻ പറ്റും. സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് ലേസിനെസ് ഓർ ഇൻആക്ടിവിറ്റി. സ്ലോത്ത്, ആ ഒരു വാക്കായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റുക, ഒറിജിനൽ ടെക്സ്റ്റിൽ. അതായത് നമ്മൾ ഒരുപാട് സമയം ഈ വായനയിലായിട്ട് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ലേസിനെസ് ഓർ വിൽ ബി ഇൻആക്ടിവിറ്റി. അതായത് ചുമ്മാ ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവുകയാണ്. സോ നമ്മളുടെ ആ ഒരു ആക്റ്റീവായിട്ടുള്ള ആ ഒരു സ്റ്റേജ് മാറിയിട്ട് നമ്മളൊരു ലേസിനെസ്സിലേക്ക് വരും. ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നൽ വരും. Too much use of studies for ornament is affectation, show or over embellishment. നേരത്തെ നമ്മൾ പഠിച്ചതാണ് റീഡിങ് ഏത് രീതിയിലാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഓർണമെൻ്റ് ആണ്, ഡിലൈറ്റ് ആണ്, അതുപോലെ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓർണമെൻ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത് നമ്മളുടെ സംസാരത്തിലൊക്കെ വായന നല്ലൊരു ഓർണമെൻ്റ് അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി തരും എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഓവറായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു നെഗറ്റീവായിട്ട് നമ്മളെ സംസാരത്തിൽ അത് ബാധിക്കും. അതെങ്ങനെയാണ്? ഇറ്റ് മേക്സ് യുവർ ഡിസ്കോഴ്സ് ആർട്ടിഫിഷ്യൽ ഓർ അൺനാച്ചുറൽ. അപ്പോൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഷോ ആയിട്ട് തോന്നും. ആൾക്കാർക്ക് നമ്മൾ ഓവർ എംബിലിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്നത് പോലെ തോന്നും. Bacon tells us that to make judgment wholly by their rules that learned from the studies is the humor of the scholars. Humor means the tendency of a scholar. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈസ് സ്കോളർ. ഓക്കെ, അദ്ദേഹത്തിന് നമ്മൾ ആ ഒരു ഡയലോഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, ടു ബി ഓർ നോട്ട് ടു ബി, വേണോ വേണ്ടിയോ. സ്വന്തം ഫാദറിൻ്റെ ആത്മാവ് ഗോസ്റ്റ് വന്ന് പറയുന്നുണ്ട്, എന്നെ കൊന്നത് ഇന്ന ആളാണ്, സോ യു ഹാവ് ടു ടേക്ക് ദ റിവെഞ്ച് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഹാംലെറ്റിന് റിവെഞ്ച് എടുക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ജഡ്ജ്മെൻറ്റ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഹാംലെറ്റ് ഈസ് എ സ്കോളർ. സ്കോളേഴ്സ് വിൽ ഹാവ് ടു തിങ്ക് മോർ ഓൺ എ ടോപ്പിക്.
ഓർ ദേ ഹാവ് ടു സ്റ്റഡി ഓൺ എ ടോപ്പിക്. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഒരു സ്കോളറിന് കഴിയില്ല. അവർക്ക് ഒരുപാട് അറിവുള്ളത് കൊണ്ടായിരിക്കാം. It means that the judgments made without practical knowledge or experience are foolish. അതായത് നമ്മൾ എക്സ്പീരിയൻസിലൂടെയും അതുപോലെ പ്രാക്ടിക്കൽ നോളജിലൂടെയും കിട്ടുന്ന കുറച്ച് അറിവുകളുണ്ട്. അതും എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്? ജഡ്ജ്മെൻ്റൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിക്ക് അനിവാര്യമാണ്. നമ്മൾ വായനയിലൂടെ അല്ലെങ്കിൽ സ്റ്റഡീസിലൂടെ ഒരുപാട് നിയമങ്ങൾ പഠിച്ച് തലയിൽ കയറ്റി വെച്ചിട്ട് കാര്യമില്ല. അതിന് നമ്മൾക്കൊരു പ്രാക്ടിക്കൽ എബിലിറ്റി വേണം, നമ്മൾക്കതിൽ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അത് ഫൂളിഷായി മാറും. For natural abilities of a man are like the plants that need pruning. കണ്ടോ, like the plants. Natural abilities of a man are like the plants. ഇവിടെ സിമിലി ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്ലാന്റിനെ പോലെയാണ്, ഒരു ചെടിയെ പോലെയാണ്. അതിന് പ്രൂണിങ് ആവശ്യമാണ്, അതായത് ട്രിമ്മിങ്. ഒരു ചെടീനെ നമ്മളൊരു ബുഷ് നട്ടു ഭംഗിക്കായിട്ട്, പക്ഷെ അതിനെ നമ്മൾ വെട്ടി വൃത്തിയായിട്ടില്ലെങ്കിൽ അത് കണ്ട സ്ഥലത്തേക്കൊക്കെ വളഞ്ഞു തിരിഞ്ഞ് വളർന്നു പോകും, അതിനൊരു ഭംഗി ഉണ്ടാവില്ല. സോ വി ഹാവ് ടു ട്രിം ഇറ്റ്, അല്ലേ? നല്ല ഭംഗിയിൽ അതിന് ആവശ്യത്തിന് കട്ട് ചെയ്യണം. സ്റ്റഡീസ് ഷുഡ് ബി യൂസ്ഡ് ടു ഗിവ് റൈറ്റ് ഡയറക്ഷൻ ഇൻ ലൈഫ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ബെറ്റർ വേ ത്രൂ എക്സ്പീരിയൻസ് ഗെയിൻഡ് ഇൻ ലൈഫ്. അതായത് പഠനം പല ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കും, ബട്ട് പഠനത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ബൗണ്ട് ചെയ്ത് നിർത്തണം. ഓക്കെ, സോ സ്റ്റഡീസ് ആർ പെർഫെക്റ്റഡ് ബൈ വൺസ് എക്സ്പീരിയൻസ്. അതാണ്. സോ സിമിലർലി ആസ് എ പ്ലാന്റ് ഈസ് പ്രൂൺ ടു ഗിവ് ഇറ്റ് എ ബെറ്റർ ഗ്രോത്ത്, സ്റ്റഡീസ് നമ്മളെ നല്ല രീതിയിൽ വളരാൻ, അത് റൈറ്റ് ഡയറക്ഷനിലേക്ക് കൂടെ നമ്മൾ ആക്കി ട്രീം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് മാനാക്കി മാറ്റും എന്നാണ് പറയുന്നത്. നാച്ചുറൽ എബിലിറ്റീസ് ഓഫ് എ മാൻ ഓൾസോ നീഡ് ട്രിമ്മിങ് ബൈ ദ സ്റ്റഡീസ്. സോ മനുഷ്യൻ്റെ നാച്ചുറൽ എബിലിറ്റീസിനും സ്റ്റഡീസിലൂടെ ഒരു ട്രിമ്മിങ് ആവശ്യമാണ്. കാരണം വായന പല രീതിയിലേക്ക് നമ്മളെ നയിക്കുന്നു, പല ഡയറക്ഷനിലേക്ക്. പക്ഷേ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ട്രിമ്മിങ് ആവശ്യമാണ്. ലൈക്ക് എ പ്ലാന്റ്, ഓൺലി സ്റ്റഡീസ് ഗീവ് ലോട്ട്സ് ഓഫ് ഡയറക്ഷൻസ് ബട്ട് എക്സ്പീരിയൻസ് ഓൾസോ സപ്ലിമെൻറ്റ്സ് ദ നാച്ചുറൽ എബിലിറ്റീസ്. സ്റ്റഡീസ് നമ്മൾക്ക് ഒരുപാട് ഡയറക്ഷൻസ് തരും, പക്ഷേ എക്സ്പീരിയൻസ് ആണ് അതിന് ട്രിം ചെയ്ത് ഒരു പാകത്തിനുള്ള റൈറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളെ ആക്കുന്നത്. സോ സ്റ്റഡീസിനൊപ്പം ആവശ്യമായ ട്രിമ്മിംഗ് ആണ് എക്സ്പീരിയൻസ്, ലൈഫിൻ്റെ എക്സ്പീരിയൻസ്. അടുത്ത കുറച്ച് വരികളിലായി ബേക്കൺ ഇനി പറയാൻ പോകുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ടുവാർഡ് സ്റ്റഡീസ്. സ്റ്റഡീസിനോട് ഓരോ വ്യക്തിക്കും ഉണ്ടാവുന്ന ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഒറിജിനൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം: ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്, സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മെൻ യൂസ് ദം. വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്, ശ്രദ്ധിക്കണം. അക്കോർഡിംഗ് ടു ബേക്കൺ, ദി ക്രാഫ്റ്റി മെൻ ഡിനൗൺസസ് or criticize, which means hate or condemn studies because they don't feel its requirement in studies. ക്രാഫ്റ്റി മെൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണിങ് ആയിട്ടുള്ള സൂത്രശാലികളായ കൗശലക്കാരായ ആൾക്കാരുണ്ടാവും. അവർക്ക് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു പുച്ഛമാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതൊക്കെ ലൈഫിൽ വല്ല ആവശ്യമുണ്ടോ? പുസ്തകം പഠിച്ചിട്ടാണോ എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. പേഴ്സൺ യൂസ് ദ ട്രിക്സ് ആൻഡ് ക്രൂക്കഡ് വേസ് ടു അക്കംപ്ലിഷ് ദെയർ ജോബ്. അവരുടെ പണി തീർക്കാൻ അവർ വല്ല കുറുക്ക വഴികളോ പിന്നെ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിച്ച് അവരുടെ പരിപാടി തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ പഠനങ്ങളൊക്കെ നടത്തി നേരായ മാർഗത്തിലൂടെ പോകേണ്ട ആവശ്യം എന്താ? അതിൻ്റെയൊക്കെ ഒരു പുച്ഛമായിരിക്കും. ഓക്കെ, കണ്ണിങ് പീപ്പിളിന് പുച്ഛമായിരിക്കും സ്റ്റഡീസിനോട്. എന്നാൽ ദ സിമ്പിൾ മാൻ അഡ്മയർ ദം, അതായത് സാധാരണക്കാരായ ഒരു കോമൺ മാൻ, ഒരു ജെൻറ്റിൽ മാൻ, അയാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ദേ അഡ്മയർ, അവർ പ്രശംസിക്കും. ഓക്കെ, ദേ റെസ്പെക്ട് സ്റ്റഡീസ്. ദേ ആർ ടു ഇന്നസെൻറ്റ് ടു ക്രിട്ടിക്കലി അനലൈസ് എനി പെർട്ടിക്കുലർ നോളജ് സിസ്റ്റം. അതായത് അറിവില്ലാത്ത ഒരാൾക്ക് അറിവുള്ളവനെ ഭയങ്കര ബഹുമാനമായിരിക്കും നമ്മൾ പറയാറില്ലേ? അതുപോലെ തന്നെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് അറിവിനെക്കുറിച്ച് അല്ലെങ്കിൽ അറിവ് നേടുന്നത് എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനമുള്ള, റെസ്പെക്റ്റുള്ള, പ്രശംസനീയമായ ഒരു കാര്യമാണ്. അവർക്ക് ഒരിക്കലും ഒരു നോളജിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ കഴിയില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ വൈസ് മെൻ യൂസ് ദം. വൈസ് മീൻസ് എന്താണ്? വിവേകമുള്ള ആൾ. വിവേകമുള്ള ആൾക്കാർ എന്താണ്? അറിവിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. ദ യൂസ് ദാറ്റ് നോളജ് ഇൻ ലൈഫ്. അവർ നേടിയെടുത്ത അറിവുകളെല്ലാം അത് ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നായിരിക്കും ഒരു വിസ്ഡമുള്ള ആൾ, വിവേകമുള്ള ആൾ ചിന്തിക്കുക. ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ലൈൻസ് ബേക്കൺ ഈസ് ഗോയിങ് ടു സേ അബൌട്ട് വാട്ട് ഷുഡൻറ്റ് ബി ദ പേർപ്പസ് ഓഫ് സ്റ്റഡീസ്. പഠനത്തിൻ്റെ ഉദ്ദേശം എന്തൊക്കെ ആവരുത് എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. റീഡ് നോട്ട് ടു കോൺട്രഡിക്റ്റ് ആൻഡ് കൺഫ്യൂട്ട്, നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, നോട്ട് ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ് ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ. ഇതാണ് ഒറിജിനൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. റീഡിങ് ഷുഡൻറ്റ് ബി യൂസ്ഡ് ടു കോൺട്രഡിക്റ്റ് ആൻഡ് കൺഫ്യൂട്ട്. കോൺട്രഡിക്റ്റ് ആൻഡ് കൺഫ്യൂട്ട് മീൻസ് എന്താണ്? തർക്കിക്കാൻ വേണ്ടിയിട്ട്, ആരോടും തർക്കിക്കാൻ വേണ്ടി, ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമ്മൾ വായിച്ച അറിവിനെ ഉപയോഗിക്കരുത്.
വി ഷുഡൻറ്റ് ഒപ്പോസ് ഓർ ആർഗ്യൂ വിത്ത് അതേഴ്സ് അൺനെസസറിലി. ആവശ്യമില്ലാതെ മറ്റൊരാളുമായി തർക്കിക്കാനോ വാഗ്വാദത്തിലേർപ്പെടാനോ ആർഗ്യൂ ചെയ്യാനോ ആയിട്ട് ഒരിക്കലും നമ്മൾ നടത്തിയിട്ടുള്ള സ്റ്റഡീസിനെ ഉപയോഗിക്കരുത്. ആൻഡ് വി ഷുഡ് എൻഷ്യൂർ ദാറ്റ് വി ആർ നോട്ട് ബ്ലൈൻഡ്ലി ഇംപ്രസ്ഡ് വിത്ത് സമ്മൺസ് നോളജ് ആൻഡ് ഫൊഗറ്റ് ടു യൂസ് ആർ ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് നമ്മൾ മറ്റൊരാൾ പറയുന്ന കാര്യത്തെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമുക്ക് സ്വയം ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം. നമ്മൾ വായിച്ച അറിവുകൾ കൊണ്ട്, നമ്മളുടെ സ്റ്റഡീസ് കൊണ്ട് നമ്മൾക്കതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. സോ വി ഹാവ് ടു യൂസ് ആർ സ്റ്റഡീസ് ഫോർ ആർ ക്രിട്ടിക്കൽ തിങ്കിങ്. ബാക്കിയുള്ളവർ പറയുന്നതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയുന്നു. ആൻഡ് നോട്ട് ടു ബി യൂസ് ടു ഷോ ഓഫ് യുവർ ലാംഗ്വേജ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. അതിന് ശേഷം പറയുന്നുണ്ട് നോട്ട് ടു ഫൈൻഡ് ടോക്ക് ഓർ ഡിസ്കോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് സംസാരിക്കാൻ ഒരു വിഷയത്തെക്കുറിച്ച് ആവശ്യമില്ലാണ്ട് എന്തെങ്കിലും പറയാം. ഒരു ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാര വിഷയം. ഓക്കെ, നമുക്കൊരു വിഷയത്തെക്കുറിച്ച് കുറേ അറിവുണ്ട്, അതിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഷോ ഓഫ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ആവരുത്. ഓക്കെ, ബട്ട് ടു വെയ് ആൻഡ് കൺസിഡർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അളന്ന് നോക്കി നമ്മൾ ക്വാളിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി കണ്ടെത്തണം. ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ റിയാലിറ്റി നമ്മൾ അളന്ന് നോക്കി കണ്ടെത്തി വേണം സംസാരിക്കാൻ. ഒരിക്കലും നമ്മൾ ഷോ ഓഫ് ചെയ്ത് നമ്മുടെ അറിവിനെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ആ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയരുത്. ബാക്കിയുള്ളവർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. ഒരു കാര്യമില്ലാതെ ആ ഒരു കാര്യത്തിന് വേണ്ടി ബാക്കിയുള്ളവരോട് തർക്കിക്കുകയും ചെയ്യരുത്. വി ഹാവ് ടു വെയ് ആൻഡ് കൺസിഡർ. നമ്മളതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി ആവശ്യത്തിന് വേണം നമ്മുടെ സ്റ്റഡീസിനെ ഉപയോഗപ്പെടുത്താൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കുറച്ച് വരികളിലായിട്ട് അദ്ദേഹം പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ്. നമ്മൾ സ്റ്റഡീസിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ് ഏതൊക്കെയാണെന്നാണ്. അക്കോർഡിംഗ് ടു ബേക്കൺ, ബുക്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി swallowed ആൻഡ് സം ഫ്യൂ ടു ബി chewed ആൻഡ് ഡൈജസ്റ്റഡ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ് മീൻസ് നോട്ട് സ്റ്റഡീഡ് കംപ്ലീറ്റ്ലി ബട്ട് ഇൻ പാർട്സ്. ഓക്കെ, അതായത് ടേസ്റ്റ് നമ്മൾ ഓരോ കറികളും തൊട്ട് നോക്കി രുചിച്ച് നോക്കി എടുക്കില്ലേ, അതായത് അത്ര മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനെ വായിച്ച് നോക്കേണ്ടതില്ല. അതിൻ്റെ പാർട്സ് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയും. Others to be swallowed means that books are read completely but without curiosity. നമ്മൾക്ക് സ്വാളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക എന്നാണല്ലോ. അപ്പോൾ ചില പുസ്തകങ്ങളെ നമ്മൾ സ്വാളോ ചെയ്യണം. എന്താണ് എന്ന് കാര്യമായിട്ട് നോക്കൊന്നും വേണ്ട, അതിനെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളങ്ങ് വായിക്കുന്നു വിതൗട്ട് ക്യൂരിയോസിറ്റി. നമ്മൾ ഒരുപാട് അതിന് ആകാംക്ഷ കൊടുത്ത് സീരിയസ് ആയി ഇരുന്ന് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് റീഡ് ഇറ്റ് കംപ്ലീറ്റ്ലി, അത്രയേ വേണ്ടുള്ളൂ. Some few to be chewed and digested means that books should be studied with full interest and deeply to get maximum knowledge, not only thematic but at the minute level also. അതായത് ചില പുസ്തകങ്ങൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും മൈന്യൂട്ടായിട്ടുള്ള ഓരോ മുക്കും മൂലയും നമ്മൾ അരിച്ചു പെറുക്കി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. അത് ഇൻട്രസ്റ്റോടു കൂടിയും ആഴത്തിലും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളുമുണ്ട്. ഇപ്പം നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് എക്സാമിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കും, അതായത് കംപ്ലീറ്റ് വായിക്കുകയും ചെയ്യും. എന്നാൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല വായിക്കുന്നത്, അതിനെ നമ്മൾ സ്വാളോ ചെയ്യുകയാണ്. ചിലത് നമ്മൾ അവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുകയുള്ളൂ, എന്നാൽ തന്നെ നമ്മൾക്ക് ഏകദേശം കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയിട്ട് നമ്മൾ അവിടുത്തെ ഫ്ലയർ അല്ലെങ്കിൽ ബ്രോഷർ നോക്കുകയാണ്, എന്തൊക്കെയാണെന്ന് അവിടുത്തെ ഓഫർ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മറച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ മൈന്യൂട്ടായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ബേക്കൻ്റെ ഈ ഒരു എസ്സേ നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഓരോ മുക്കും മൂലയും പഠിക്കുകയാണ്. സോ വി ഹാവ് ടു chew ഇറ്റ് ആൻഡ് ഡൈജസ്റ്റ്. ഇതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബുക്സ് ഉണ്ട്, അതിനെങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു ടൈപ്പ് ബുക്ക് ഉണ്ട്. സം ബുക്സ് ഓൾസോ മേ ബി റീഡ് ബൈ ഡെപ്യൂട്ടി ആൻഡ് എക്സ്ട്രാക്ട്സ് മെയ്ഡ് ഓഫ് ദം ബൈ അതേഴ്സ്, വിച്ച് മീൻസ് ചില ബുക്സ് നമ്മളതിൻ്റെ ആരെങ്കിലും എഴുതിയ എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സ്കോളർലി ആർട്ടിക്കിൾസ് അങ്ങനെയുള്ള സമ്മറീസ് ഒക്കെ വായിച്ചാൽ തന്നെ മതിയാകും. അത് ഇറ്റ്സ് ലൈക്ക് ലെസ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് എന്നാണ്. അതായത് നമ്മൾക്കിപ്പോൾ പെട്ടെന്നൊരു കാര്യത്തെക്കുറിച്ച് അറിയണം, നമ്മൾ വേഗം ഗൂഗിൾ ചെയ്തിട്ട് എൻ്റെ സമ്മറി നോക്കും അല്ലേ. ആ ടെക്സ്റ്റിനെ, ഒറിജിനൽ ടെക്സ്റ്റിനെ നമ്മൾ വായിക്കാൻ നിൽക്കില്ല, അതിൻ്റെ സമ്മറിയാണ് നോക്കുക. അതായത് ആരെങ്കിലും എഴുതി വെച്ചൊരു സമ്മറി നമ്മൾ വായിക്കുന്നു. സച്ച് ബുക്സ് ക്യാൻ ബി കമ്പയർഡ് ടു ഡിസ്റ്റിൽഡ് വാട്ടർ വിച്ച് ഈസ് ഡിവോയ്ഡ് ഓഫ് ഓൾ ദ ന്യൂട്രിയൻസ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകത്തെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ടാണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത്
ഒരു ന്യൂട്രിയൻസും ഇല്ല എന്നതാണ് അർത്ഥം. അതായത് ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ജീവനും അംശവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് എഴുതുന്നത്. പക്ഷേ മറ്റൊരാൾ എഴുതുന്ന ആ സമ്മറിയിൽ അല്ലെങ്കിൽ മറ്റൊരാൾ കൊടുത്തിട്ടുള്ള ഒരു സ്കോളർലി ആർട്ടിക്കിളിൽ അത് അയാളുടെ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ചിലപ്പോൾ അതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എഴുത്തുകാരൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കണം എന്നില്ല അദ്ദേഹം എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഓൾ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ട ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ പോലെയാണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. In the next few lines, Bacon is telling about the purpose of reading, discussing and writing. എഴുതുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെയും അതുപോലെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെയും പേർപ്പസ് എന്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് നോക്കാം. ഒറിജിനൽ ടെക്സ്റ്റിൽ ഇങ്ങനെ കാണാം: റീഡിംഗ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്ട് മാൻ. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ. റീഡിംഗ് കൊണ്ട് ഒരു മനുഷ്യൻ കംപ്ലീറ്റ് ആവുകയാണ്. ഹൂ ഹാസ് നോളജ് ഓഫ് ഡിവേഴ്സ് ഫീൽഡ്. വായന എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് പല മേഖലയിലുള്ള അറിവുകൾ കിട്ടുകയാണ്. സോ വി ബിക്കം എ ഫുൾ മാൻ. കോൺഫറൻസ് മേക്സ് എ റെഡി മാൻ. കോൺഫറൻസ് മീൻസ് സംഭാഷണം. നമ്മൾ എത്രത്തോളം കോൺവെർസേഷൻ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നുവോ അത്രത്തോളം നമ്മളൊരു റെഡി മാൻ ആകുന്നു. ഒരുപാട് വായിച്ച അറിവുകൾ നേടി വെച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മളത് ഉപയോഗപ്പെടുത്തണമല്ലോ, അവിടെയാണ് കാര്യം. ഫോർ ഇൻസ്റ്റൻറ്റ് ആൻഡ് ക്ലവർ റിപ്ലൈസ് ആൻഡ് റെഡി ഫോർ എമർജൻസി സിറ്റുവേഷൻ. നമ്മൾ ഏതൊരു സാഹചര്യത്തിലും നമ്മളുടെ സംസാരമാണ് നമ്മളെ രക്ഷിക്കുക. ആൻഡ് റൈറ്റിംഗ് മേക്സ് ആൻ എക്സാക്ട് മാൻ. ഒരുപാട് എഴുത്തുകാരുണ്ട്, എക്സാക്ട് മനുഷ്യനായിട്ട് തന്നെ എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. നമുക്ക് ഒരുപാട് എഴുത്തുകാരുണ്ട്, അവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതൊരു എക്സാക്ട് മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ബിക്കമിങ് ഫ്രീ ഓഫ് അൺഫ്രൂട്ട്ഫുൾ ആർഗ്യുമെൻറ്റ്സ്. വാഗ്വാദങ്ങളിലോ ആർഗ്യുമെൻറ്റ്സിലോ സമയം കളയാൻ അവർക്ക് നേരമില്ല, അവർ എഴുത്തിലൂടെ കാര്യം പറയും. ഇങ്ങനെയുള്ള വരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. കാരണം റീഡിംഗ് മേക്ക് ദ ഫുൾ മാൻ, കോൺഫറൻസ് മേക്ക് എ ഡാഷ് ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. അവിടെ കോൺഫറൻസിൻ്റെത് ഏതാണ് എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആയി തോന്നുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യൻ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് അടുത്തതായിട്ട് ബേക്കൺ പറയാൻ പോകുന്നത്. ഇഫ് എ മാൻ റൈറ്റ് ലിറ്റിൽ ഹി ഹാഡ് നീഡ് ഹാവ് എ ഗ്രേറ്റ് മെമ്മറി. അയാൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് മെമ്മറി, ഓർമ്മശക്തി ആവശ്യം വരും. കാരണം എഴുതിയില്ലെങ്കിൽ നമ്മളുടെ ഓർമ്മശക്തി കുറയുന്നതാണ്. ചില മക്കൾ കണ്ടിട്ടില്ലേ നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലും കൂടിയാണ് എഴുതുന്നത്. അത് ഒരുപാട് ഓർമ്മശക്തിക്ക് നല്ലതാണ് എന്ന് പറയുന്നു. അപ്പം എഴുതിയിട്ടില്ലെങ്കിൽ അയാൾക്ക് പുവർ മെമ്മറി ആയിരിക്കും എന്നാണ് പറയുന്നത് ബേക്കൺ. ഇഫ് ഹി കോൺഫർ ലിറ്റിൽ, കോൺഫർ മീൻസ് സംസാരം. ഓക്കെ, ഒരു മനുഷ്യൻ കുറച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കുന്നേ ഇല്ലെങ്കിൽ ഹി ഹാഡ് നീഡ് ഹാവ് എ പ്രസൻറ്റ് വിറ്റ്. അയാൾക്ക് ബുദ്ധിശക്തി കുറവായി പോകും എന്നാണ് ബേക്കൺ പറയുന്നത്. ഇഫ് ഹി റീഡ് ലിറ്റിൽ ഹി ഹാഡ് നീഡ് ഹാവ് മച്ച് കണ്ണിങ്. In the next few lines, he says about benefits of different subjects. നമ്മൾ സ്റ്റഡീസിനായിട്ട് തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് കാണാൻ കഴിയും. ഓരോ സബ്ജക്റ്റിലുള്ള ബുക്സ് വായിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വൈസ് ആകാൻ കഴിയും. വൈസ് മീൻസ് ഇവിടെ വിസ്ഡമാണ്, വിവേകം, ജ്ഞാനമുണ്ടാകും. ഓക്കെ, പോയറ്റ്സ് വിറ്റി. പോയട്രി, കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വിറ്റിയാകും. വിറ്റി മീൻസ് ഇമാജിനേറ്റീവ് ആവും, ക്രിയേറ്റീവ് ആകും. ദ മാത്തമാറ്റിക്സ് സട്ടിൽ. സോ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് റിലേറ്റഡ് ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് കോംപ്ലക്സ് ആവുകയാണ്. മാത്സിൽ നമുക്കറിയാം പ്രോബ്ലംസ് ആണ്, അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴിയിലൂടെയൊക്കെ ചിന്തിക്കും. സോ അവർ തോട്ട് പ്രോസസ് വിൽ ബിക്കം കോംപ്ലക്സ്. ദ നാച്ചുറൽ ഫിലോസഫി ഡീപ്പ്. ഡെപ്ത് ഓഫ് ലൈഫ് ആൻഡ് നേച്ചറാണ്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയാണ് ഒരു നാച്ചുറൽ ഫിലോസഫി എന്ന സബ്ജക്റ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ. ദെൻ മോറൽ സബ്ജക്ട്സ് ആണെച്ചെങ്കിലോ ഗ്രേവ് ആണ്. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സീരിയസ് ആൻഡ് ലോജിക് ആൻഡ് റെറ്ററിക് ഏബിൾ ടു കണ്ടന്റ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, അതായത് നമ്മൾ ലോജിക്കലി നമ്മൾക്ക് ഒരുപാട് ലോജിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ ആർഗ്യൂ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് വായിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then he says a Latin phrase, abion studia in mores, which means studies influence our character. നമ്മൾ ഏതൊക്കെ വിഷയം പഠിക്കുന്നുവോ അത് നമ്മുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സ്റ്റഡീസ് പാസ് ഇൻ ടു എ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. ഇവിടെ ഫ്രാൻസിസ് ബേക്കൺ ഒരു റിനാസൻസ് സ്കോളറാണ്. സോ ദ സ്പ്രിംഗ്ലിംഗ് ഓഫ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ യൂസേജ് ഇൻ ഹിസ് വർക്ക്സ് ഓർ എസ്സേസ് കുഡ് ബി വിസിബിൾ. In the next few lines, Francis Bacon makes a comparison of studies with exercise. പഠനത്തെ എക്സസൈസുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, നെയ് ദർ ഇസ് നോ സ്റ്റോണ്ട് ഓർ ഇംപെഡിമെൻറ്റ് ഇൻ ദ വിറ്റ് മേ ബി റോട്ട് ഔട്ട് ബൈ ഫിറ്റ് സ്റ്റഡീസ്. അതായത് ബുദ്ധിപരമായിട്ടുള്ള ഏതൊരു ഡിഫിക്കൽറ്റിക്കും പരിഹാരമായി സ്റ്റഡീസ് ഉണ്ട്.
എങ്ങനെ? ലൈക്ക് ആസ് ഡിസീസ് ഓഫ് ദ ബോഡി മേ ഹാവ് അപ്രോപ്രിയേറ്റ് എക്സസൈസ്. അതായത് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി വ്യായാമം ഉള്ളതുപോലെ ബുദ്ധിപരമായ ഡിഫിക്കൽറ്റിക്ക് പരിഹാരമായി സ്റ്റഡീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു ലൈക്ക് വെച്ച് കമ്പയർ ചെയ്യാണ്, അതായത് എക്സസൈസിനെയും അതുപോലെ സ്റ്റഡീസിനെയും കമ്പയർ ചെയ്യാണ്. ഫ്രാൻസിസ് ബേക്കൺ ഓരോ ടൈപ്പ് ഓഫ് എക്സസൈസ് ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഭേദപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പരിഹാരമാവുന്നത് എന്ന് പറയുന്നു. അതുപോലെ സ്റ്റഡീസും ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഹീലിംഗ് പവർ ആണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ലൈക്ക് ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺ. സ്റ്റോൺ മീൻസ് നമ്മുടെ കിഡ്നി സ്റ്റോൺ ആണ്. ഓക്കെ, സോ അതിന് ബൗളിംഗ് വളരെ നല്ലതാണ്. ക്രിക്കറ്റിലെ ബൗളിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് കിഡ്നിക്ക് വളരെ നല്ലതാണ്. സ്റ്റോൺ ആൻഡ് റെയിൻസ് ഓഫ് കിഡ്നി, അതിന് ഒരു പരിഹാരമാണ് ബൗളിംഗ് എന്ന എക്സസൈസ്. ദെൻ പറയുന്നുണ്ട് ഷൂട്ടിംഗ് ഫോർ ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ലങ്സ് പരമായ ബുദ്ധിമുട്ടിന് ഷൂട്ടിംഗ് വളരെ നല്ലതാണ്. ജെൻറ്റിൽ വാക്കിംഗ് ഫോർ ദ സ്റ്റൊമക്ക്. വയറിന് നടത്തം വളരെ നല്ലതാണ്. റൈഡിങ് ഫോർ ദ ഹെഡ് ആൻഡ് ദ ലൈക്ക്. റൈഡിങ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഹോഴ്സ് റൈഡിംഗ് ആണ് കേട്ടോ. അത് തലയ്ക്ക് വളരെ നല്ലതാണ്. ബൈ ദ വേ, ഡിഡ് യു നോട്ടീസ് സംതിങ് ഹിയർ? ഇവിടെ എല്ലാം എക്സാമ്പിൾസിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. ഫുൾ ഇലുസ്ട്രേഷൻ ആണ്. ഇതിനെയാണ് നേരത്തെ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ബേക്കോണിയൻ മെത്തേഡ്. ബേക്കണിൻ്റെ ഒരു മെത്തേഡാണിത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷനിലൂടെ ജനറൽ ആയിട്ടുള്ള ഒരു സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്, ജനറൽ ഫാക്റ്റിലേക്ക് എത്തിക്കുകയാണ്. അതായത് ബൗളിംഗ്, വാക്കിംഗ്, ഷൂട്ടിംഗ് പോലുള്ള എക്സസൈസസ് ചെയ്താൽ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ഒരു ജനറൽ ഫാക്റ്റിലേക്കാണ്. അതായത് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് എക്സസൈസ് ഒരു പരിഹാരം എന്നതുപോലെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വായന, സ്റ്റഡീസ് ഒരു പരിഹാരമാണ്. ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് അദ്ദേഹം ഇത്രയേറെ എക്സാമ്പിൾസിലൂടെയും ഇൻഡക്റ്റീവ് മെത്തേഡിലൂടെയും കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. Then he says, so if a man's wit be wandering, let him study the mathematics. ഒരു മനുഷ്യൻ്റെ വിറ്റ്, അതായത് ഒരാളുടെ കോൺസെൻട്രേഷൻ, ശ്രദ്ധ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, ഒരാൾക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ let him or her study the mathematics. We know mathematics need concentration. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത്രയേറെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്നാലേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബേക്കൺ പറയുന്നത്, അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വാണ്ടർ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. അയാൾ മാത്സ് എന്ന സബ്ജക്റ്റിനെ സ്റ്റഡി ചെയ്യട്ടെ. ഫോർ ഇൻ ഡെമോൺസ്ട്രേഷൻസ് ഇഫ് ഹിസ് വിറ്റ് ബി കാൾഡ് അവേ നെവർ സോ ലിറ്റിൽ ഹി മസ്റ്റ് ബിഗിൻ അഗെയിൻ. അതായത് ഡെമോൺസ്ട്രേഷനിൽ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ് അഗെയിൻ. എന്ത് കാര്യത്തിലും ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി മാത്തമാറ്റിക്സ്. ആൻഡ് വീണ്ടും ശ്രദ്ധ, കോൺസെൻട്രേഷൻ തെറ്റുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ലെറ്റ് ഹിം അഗെയിൻ സ്റ്റഡി മാത്തമാറ്റിക്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് ഹിസ് വിറ്റ് ബി നോട്ട് ആപ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ഓർ ഫൈൻഡ് ഡിഫറൻസസ് ലെറ്റ് ഹിം സ്റ്റഡി ദ സ്കൂൾ മെൻ. അതായത് ഒരു വ്യക്തിക്ക് നല്ലത് ഏതാണ് അല്ലെങ്കിൽ ചീത്തത് ഏതാണ് എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി ദ സ്കൂൾ മെൻ. സ്കൂൾ മെൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു റെഫറൻസ് ആണ്. അതായത് ഫിലോസഫിയാണ് ഇവിടെ സ്കൂൾ മെൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂൾ മെൻ ഈസ് ആക്ച്വലി എ മെഡീവൽ സ്കോളേഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, അതായത് അരിസ്റ്റോട്ടലിൻ്റെ തത്വങ്ങളൊക്കെ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഉണ്ട്. അതിനെയാണ് സ്കൂൾ മെൻ എന്ന് പറയുന്നത്. അവരെയാണ് ഇവിടെ ദേ ആർ സിമിനി സെക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്, സ്പ്ലിറ്റേഴ്സ് ഓഫ് ഹെയർ. ഈ സ്കൂൾ മെൻ എന്ന് പറയുന്നത് ഒരു മെഡീവൽ സ്കോളാസ്റ്റിക് ഫിലോസഫേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. അവരുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരുടെ ഫിലോസഫിക്കൽ സ്റ്റൈലിനെയാണ് സിമിനി സെക്ടേഴ്സ് എന്നിവിടെ പറയുന്നത്. അതായത് മുടിനാരിഴ വരെ കീറി മുറിച്ച് പരിശോധിച്ച് പഠിക്കുന്നവർ, അതിനെയാണ് സിമിനി സെക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമിനി സെക്ടേഴ്സിൻ്റെ വേർബൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ജീരകമില്ലേ, ജീരകം പൊടിക്കുന്നയാൾ എന്നാണ് അർത്ഥം. അതായത് ചെറിയ ജീരകത്തെ വരെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫിക്കൽ സ്റ്റഡിയാണ് ഈ സ്കൂൾ മെന്നിൻ്റേത്. സോ ആർക്കെങ്കിലും ഇങ്ങനെ ഗുഡ് ഓർ ബാഡ് ഏതാണെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ലെറ്റ് ദം ബി സ്കൂൾ മെൻ. ഈ സിമിനി സെക്ടേഴ്സിനെ പോലെ, മെഡീവൽ പീരീഡിലെ സ്കോലാസ്റ്റിക് ഫിലോസഫേഴ്സിനെ പോലെ അവരുടെ മുന്നിലുള്ള ഓപ്ഷനെ കീറി മുറിച്ച് അനലൈസ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ഹി ബി നോട്ട് ആപ്റ്റ് ടു ബീറ്റ് ഓവർ മാറ്റേഴ്സ് ആൻഡ് ടു കോൾ അപ്പ് വൺ തിങ് ടു പ്രൂവ് ആൻഡ് ഇലുസ്ട്രേറ്റ് അനദർ ലെറ്റ് ഹിം സ്റ്റഡി ദ ലോയേഴ്സ് കേസ്. അതായത് ഇഫ് എ പേഴ്സൺ കാൺട്ട് റീകോൾ തിങ്സ്, പുവർ മെമ്മറിയാണ്, ലെറ്റ് ഹിം സ്റ്റഡി ദ ലോയേഴ്സ് കേസ് എന്നാണ് പറയുന്നത്. ഒരാൾക്ക് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു വിഷയം ഓർമ്മിച്ചെടുക്കാൻ കഴിവില്ലെങ്കിൽ, ഇഫ് ഹി എ പേഴ്സൺ കാൺട്ട് റീകോൾ തിങ്സ്, ഓക്കെ, അല്ലെങ്കിൽ അയാൾക്കൊരു പുവർ മെമ്മറി ആണ് ഉള്ളതെങ്കിൽ ലെറ്റ് ദം സ്റ്റഡി ലോയേഴ്സ് കേസ്. ബിക്കോസ് ലോയേഴ്സ് ഓൾവേസ് ഹാവ് ഗുഡ് മെമ്മറി അല്ലേ. അവർക്കൊരു കേസിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, തെളിവുകൾ, ആർട്ടിക്കിൾസ്, നിയമങ്ങൾ ഒക്കെ അറിയാം. അതൊക്കെ ഓർമ്മയിൽ കറക്റ്റ് ടൈമിൽ ഉണ്ടാവണം. അതുകൊണ്ട് ലോയേഴ്സിൻ്റെ മെമ്മറി എപ്പോഴും വളരെ ഷാർപ്പായി
ആയിരിക്കും. സോ ഇങ്ങനെ ആർക്കെങ്കിലും ഈ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ് ദം സ്റ്റഡി ലോവർ സ്കിൽ. സോ ഇൻ എ കൺക്ലൂഷൻ ഹി സേസ് ദാറ്റ് എവറി ഡിഫക്റ്റ് ഓഫ് മൈൻഡ് ഹാവ് എ സ്പെഷ്യൽ റിസീറ്റ് ഓർ ക്യൂറബിൾ എക്സസൈസ്, ദാറ്റ് ഈസ് റീഡിങ്. ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ക്യൂറബിൾ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, ബൗളിങ് അല്ലെങ്കിൽ റൈഡിങ് അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ എല്ലാ ഇംപെഡിമെൻസിനും മനസ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടിനും ക്യൂറബിൾ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അതാണ് റീഡിങ്. ശരീരത്തിന് വ്യായാമം എന്നുള്ളത് പോലെയാണ് ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വായന അല്ലെങ്കിൽ സ്റ്റഡീസ് എന്നുള്ളതാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞുകൊണ്ട് ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് സക്സസ്ഫുള്ളി സ്റ്റഡീഡ് ആൻഡ് കംപ്ലീറ്റഡ് ദ എസ്സേ ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബേക്കൺ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF മെറ്റീരിയൽസ് അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ അക്കാഡമിയായ ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ HSC ഇംഗ്ലീഷിൻ്റെ പുതിയ ബാച്ച് മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മന്ത്ലി 500 റുപ്പീസാണ് നമ്മുടെ ഫീസ് വരുന്നത്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഒപ്പം സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഇടുന്ന ഓരോ ക്ലാസ്സുകളും കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.